Hello everyone, welcome to Inside Research Analytics Weekly Market Report. ഈ ആഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 ജൂൺ 27 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ലോകം മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഒരു ജൂബിലി മൂഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സീസ് ഫയർ പ്രഖ്യാപനം ജിയോ പൊളിറ്റിക്കൽ ഭീഷണികളെ വിപണികൾക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ഫലമായി നിഫ്റ്റി 50 2.09%, നിഫ്റ്റി മിഡ് ക്യാപ് 150 2.61%, സ്മോൾ ക്യാപ് 250 4.29%മായി ഉയർന്നു. രൂപ US ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് 85.49 വരെയായി മാറി. ക്രൂഡ് ഓയിലെ വിലയുടെ ഇടിവും രൂപയുടെ ശക്തിയും ഇന്ത്യക്ക് ഇരട്ടി സൗഭാഗ്യമായി മാറി. ഏപ്രിൽ 7 ലോ ലെവലിൽ നിന്ന് നിഫ്റ്റി 17.9%, സെൻസസ് 17.68%മായി മാറി. നിഫ്റ്റി ലോങ് ഷോർട്ട് റേഷ്യോ 38.43 ആയി. സ്പോട്ട് ഗോൾഡ് വിപണിയിലെ ബൂളിഷ് ബയസിനെ ഇത് സൂചിപ്പിക്കുന്നു. ബാങ്ക് നിഫ്റ്റി റോൾ ഓവർ 75.75 എന്നതിൽ ബാങ്ക് സ്റ്റോക്കുകളിൽ അളവ് കുറവ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വീക്കിലെ സെക്ടർ വൈസ് പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ 4.81%, ക്യാപിറ്റൽ മാർക്കറ്റ് 4.75%, ഓയിൽ ആൻഡ് ഗ്യാസ് 3.25%, എനർജി 2.65%, ഫിനാൻഷ്യൽ സർവീസസ് 2.61% ഗ്രോത്ത് ഉണ്ടായി. മറുവശത്ത് റിയൽറ്റി 1.94%, ഫാർമ 1.13% ഇടിഞ്ഞു. കോപ്പർ ഷോർട്ടേജ് റിപ്പോർട്ടുകൾ മൂലം വലിയ മുന്നേറ്റം നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അലുമിനിയം സിങ്കും ഇത് പിന്തുടരാനുള്ള സാധ്യതയും ഉണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $68.21 എന്നത് ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ലിന് കൂടുതൽ കരുത്തായി മാറി. CRR 3%, റേറ്റ് കട്ട് 0.7% കടന്നതും ലിക്വിഡിറ്റി തുണയായി. US GDP വളർച്ച 3% കൂടുതൽ മുന്നേറിയേക്കുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നതിനാൽ S&P 500, ഡോ ജോൺസ് എന്നീ പ്രധാന സൂചികൾ ഈ ആഴ്ച 0.8% മുതൽ 0.94% വരെ നേട്ടം രേഖപ്പെടുത്തി. ഡോളർ ഇൻഡെക്സ് 3 വർഷത്തെ താഴ്ന്ന നിലയിൽ എത്തിയതോടെ ഇവിടുത്തെ ഫണ്ട് ഫ്ലോകൾ എമർജിംഗ് മാർക്കറ്റുകൾക്ക് അനുകൂലമായി മാറി. യൂറോപ്പിൽ FTSE 100 0.55%, ജർമ്മനി DAX 0.66% നേട്ടം കാണിച്ചു. ഏഷ്യയിൽ ഹങ്സെങ്, ഷങ്കായ് തുടങ്ങിയവയിൽ ചെറിയ ഇടിവുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ G-Sec yield 6.31% ആയിരുന്നത് ബോണ്ട് ഇൻവെസ്റ്റേഴ്സിന് സ്ഥിരതയുടെ സൂചനയായി മാറി. ആഗോളതലത്തിൽ നിന്ന് ഇന്ത്യയുടെ പൊസിഷൻ വളരെ സ്റ്റേബിൾ ആണെന്നാണ് ഇതുവഴി നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ വിപണി ഡേറ്റ പ്രകാരം വിദേശ നിക്ഷേപങ്ങൾ FIIs 3026 കോടി രൂപയ്ക്കും DIIs 12979 കോടി രൂപയ്ക്കും മേടിച്ചു. അത് മാർക്കറ്റിന് നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഇത് വിപണിയിൽ വിദേശ വിശ്വാസം തുടരുന്നതിന്റെ സൂചനയെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഗ്ലോബൽ മാർക്കറ്റ്സിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കുറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് ശക്തിപ്പെടുത്തുന്നു. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നത് ഇന്ത്യൻ എക്കോണമിക്ക് അനുകൂലമാണ്, പ്രത്യേകിച്ച് ഇൻഫ്ലേഷൻ കോണ്ടെക്സ്റ്റ്. രൂപയുടെ വിലയേറിയ നിലയും DISന്റെ ശക്തമായ ബൈയിങ് ട്രെൻഡ് മൂലം മാർക്കറ്റിൽ സ്ഥിരതയും ഉയർച്ചയുടെ സാധ്യതയും നിലനിൽക്കുന്നു. മെറ്റൽ, ക്യാപിറ്റൽ മാർക്കറ്റ്, എനർജി, ഇൻഫ്ര തുടങ്ങിയ സെക്ടറുകളിൽ ഇപ്പോഴും മൊമെന്റം നിലനിർത്തും എന്നതാണ് പ്രതീക്ഷ. കൂടുതൽ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെഗ്മെന്റിലും നല്ല പൊട്ടൻഷ്യൽ കാണപ്പെടുന്നു. എന്നാൽ അതിലുപരി റിസ്ക് മാനേജ്മെന്റ് പ്രധാനമാണ്. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക, ഹൈ റിസ്ക് സെഗ്മെന്റ്സുകൾ ഒഴിഞ്ഞ് സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനിയിൽ അലോക്കേഷൻ തുടങ്ങുക. ലോങ് ടേമായി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് നമുക്ക് ആരംഭിക്കാം, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട്സുകളിൽ. DIS വേഴ്സസ് FIs ആക്ടിവിറ്റി മാർക്കറ്റിന്റെ ഷോർട്ട് ടേം ഡയറക്ഷൻ ഷേപ്പ് ചെയ്യുമ്പോഴും ഇന്ത്യൻ എക്കോണമിയുടെ ലോങ് ടേം ഗ്രോത്ത് സ്റ്റോറി ശക്തമാണെന്ന് ഈ ഒരാഴ്ചത്തെ മാക്രോ ഇൻഡിക്കേറ്റർ സൂചിപ്പിക്കുന്നു. അതിനാൽ ഓരോ ഡിപ്പും ഒരു അവസരമായി നമുക്ക് കാണാം. ഇൻഫോംഡ് ആയി തുടരുക, വീക്ക്ലി അപ്ഡേറ്റ്സ് മിസ് ചെയ്യാതിരിക്കുക. മാർക്കറ്റ്സിൽ വിജയിക്കാൻ ഇത് നിർണായകമാണ്. മാർക്കറ്റ്സിലെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു ഹാപ്പി ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു.